നമ്മുടെ ജീവിതത്തിലെ പരാജയവും വിജയവും എല്ലാം നിശ്ചയിക്കുന്നത് നമ്മളുടെ ചിന്തകളാണ്. നമ്മളെ ദൈവമാക്കുന്നതും പിശാചാക്കുന്നതും ധനികനാക്കുന്നതും ദരിദ്രനാക്കുന്നതും നന്മയിലേക്ക് നയിക്കുന്നതും തിന്മയിലേക്ക് നയിക്കുന്നതും എല്ലാം നമ്മളുടെ ചിന്തകളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാൻ അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. നമ്മളുടെ ചിന്തകളിൽ നമുക്ക് നിയന്ത്രണമില്ലെങ്കിൽ ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിയന്ത്രണം ഉണ്ടാവില്ല. ഒരേ കാര്യം ആവർത്തിച്ച് ചിന്തിക്കുന്നതാണോ ഓവർ തിങ്കിങ്? ഒരിക്കലുമല്ല. ചില കാര്യങ്ങൾ നാം കൂടുതലായി ചിന്തിക്കേണ്ടതായിട്ട് വരും. ഉദാഹരണം, വിദ്യാഭ്യാസം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഏതു കോഴ്സ് പഠിക്കണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് തീരുമാനമെടുക്കാൻ പറ്റില്ല. നിങ്ങളൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ അവിടെയും നാം പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്താൻ പറ്റുന്ന കാര്യമല്ല. നിങ്ങളുടെ കരിയർ, ഒരു വീട് വെക്കുന്നു, പണം എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ വിവിധ മേഖലകളിൽ നമുക്ക് പ്രാധാന്യമുള്ള വിവിധ കാര്യങ്ങളിൽ ആവർത്തിച്ച് ചിന്തിച്ചാണ് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അതെല്ലാം നോർമൽ തിങ്കിങ് ആണ്. ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റീവ് അല്ലാത്ത ചിന്തകളാണ്. നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്നു, അതിൻ്റെ റിസൾട്ടായിട്ട് നല്ല ഒരു കാര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ അതാണ് ഓവർ തിങ്കിങ്. നമുക്ക് നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു അസുഖം വരുമ്പം തന്നെ അത് ക്യാൻസർ ആണോ, മാരകമായിട്ടുള്ള രോഗമാണോ എന്നുള്ള ചിന്ത. ആരോടെങ്കിലും നമ്മൾ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് അവർക്ക് ഇൻസൾട്ട് ആയോ, മോശം പെരുമാറ്റമാണോ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ള ചിന്ത. നമ്മുടെ വീട്ടിലേക്ക് ഒരതിഥി വരുമ്പോൾ ഉറപ്പായി നാം നമ്മുടെ വീട് കുറച്ച് കൂടുതൽ വൃത്തിയാക്കും, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കും. എന്തൊക്കെ ചെയ്താലും ചിലർക്ക് ടെൻഷനാണ്, വരുന്നിടം വരെ ടെൻഷനാണ്. അത്തരക്കാർക്ക് ആ വിരുന്നുകാർ വന്നിട്ട് പോയാലും ടെൻഷനാണ്. അവർക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മളുടെ പെരുമാറ്റങ്ങൾ അനിഷ്ടമുണ്ടാക്കിയോ, ഇതെല്ലാം ഓവർ തിങ്കിങ്ങിൻ്റെ ലക്ഷണമാണ്. അങ്ങനെയുള്ളവർക്ക് സംഭവിക്കുന്ന കുഴപ്പം, അവർ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷിക്കത്തില്ല. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം, നല്ല സാധു മനുഷ്യരാണ്, ലോലമായ മനസ്സിന്റെ ഉടമകളാണ്, സാധുക്കളാണ് ഇത്തരം ചിന്തകൾക്ക് ഇരയാകുന്നത് എന്നുള്ളതാണ് ദുഃഖകരമായിട്ടുള്ള സത്യം. നമ്മൾ പ്രസന്റ് കണ്ടീഷനിൽ ജീവിക്കുന്നില്ല, വർത്തമാനകാലത്ത് ജീവിക്കുന്നില്ല. ഒന്നുകിൽ കഴിഞ്ഞു പോയ കാലത്തെ ഓർത്ത് ദുഃഖിക്കും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന കാലത്തെ ഓർത്ത് ഉത്കണ്ഠപ്പെടും. പണ്ട് കേട്ടൊരു കഥയാണ് ഓർമ്മ വരുന്നത്. ആഹാരപ്രിയനായിട്ടുള്ള ഒരു തിരുമേനി തൊട്ടടുത്തുള്ള ഒരു സദ്യാലയത്തിൽ സദ്യ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം അവിടെ എത്താറായപ്പോൾ തൊട്ടടുത്ത ഒരു വീട്ടില് ഒരു നായുണ്ട്. പക്ഷെ ഒരു പുഴയുടെ അക്കരയായിട്ടാണ് ആ വീടുള്ളത്, കാണാൻ സാധിക്കും. ആ നായ അവിടെ കിടന്ന് കുരയ്ക്കുകയാണ്. അത് കണ്ട് ഭയന്ന് തിരുമേനി തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോൾ വഴിയാത്രക്കാരനായ ഒരാൾ ചോദിച്ചു, എന്തിനാണ് തിരുമേനി ഭയപ്പെടുന്നത്? നമ്മളിവിടെ നിൽക്കുന്നു, നായുണ്ട്, അടുത്ത് നായുണ്ട്, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് പുഴയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. അപ്പോൾ തിരുമേനി പറയുകയാണ്, കാര്യമൊക്കെ ശരിയാണ്, നായ അവിടെ ചങ്ങലക്ക് ഇട്ടിരിക്കുകയൊക്കെയാണ്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ തുടല് പൊട്ടിയും പോവും, പുഴ വറ്റിയും പോവും, കടി പറ്റിയും പോവും. അദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചിന്തിക്കുകയാണ്. ഇരുമ്പ് ചങ്ങലയിൽ കിടക്കുന്ന നായി കുരച്ചുകൊണ്ട് ചാടുമ്പോൾ തുടല് പൊട്ടിപ്പോകുന്നു, അത് ഓടി വരുമ്പോൾ പുഴ വറ്റിപ്പോകുന്നു, ഈസി ആയിട്ട് നായി വന്ന് നമ്മളെ കടിച്ചിട്ട് പോകുന്നു. അയഥാർത്ഥമായ ചിന്തകൾ, ഇതാണ് ഓവർ തിങ്കിങ്. അത്തരം ചിന്തകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, പക്ഷെ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നു. നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? തെറ്റായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ കൺട്രോളിലല്ലാതെ നമ്മുടെ കൈവിട്ടു പോകുന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ തിരിച്ച് നടക്കേണ്ടിയിരിക്കുന്നു, ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ആ ചിന്തകൾ മാറ്റേണ്ടിയിരിക്കുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട പല വിജയങ്ങളും ഈ ചിന്തകൾ നശിപ്പിക്കും. കാരണം നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ഊർജ്ജം വേണ്ടുന്നതാണ് ചിന്തിക്കാൻ ഉള്ള സമയത്താണ് നമ്മുടെ ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ ഊർജ്ജം എടുക്കുന്നത്. അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള സമയവും പ്രവർത്തിക്കാനുള്ള സമയവുമാണ് ഇത്തരം ചിന്തകൾ അപഹരിക്കുന്നത്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. നമ്മൾ സന്തോഷിച്ചിരിക്കേണ്ട സമയത്താണ് ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ മനസ്സിൽ നിറച്ച് നമ്മൾ അതിൻ്റെ ടെൻഷനും പേറി ദുഃഖഭാരത്തിൽ ദുഃഖപുത്രിയായിട്ട് അല്ല ദുഃഖിതനായ മനുഷ്യനായിട്ട് ജീവിച്ച് നമ്മുടെ ജീവിതം തീർക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായും ഇത് നാം മാറ്റണം. ഇത് മാറ്റാൻ എന്തൊക്കെയാണ് മാർഗം? ഒന്ന്, ഡിസിഷൻ മേക്കിംഗ് കറക്റ്റ് ആക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണല്ലോ നമുക്ക് ചിന്തയുണ്ടാകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പരിഹാരം നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഒരു പ്രശ്നത്തിന് ഒന്നിലധികം പരിഹാരങ്ങൾ എഴുതുക, കുറഞ്ഞത് ഒരു 3 പരിഹാരമെങ്കിലും എഴുതുക, അതിനകത്ത് ഒരെണ്ണം സെലക്ട് ചെയ്യുക.
അതോടുകൂടി ആ ചിന്ത അവസാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതേപ്പറ്റി ചിന്തിക്കാതിരിക്കുക. കാരണം നമ്മൾ ഒന്നിലധികം സൊല്യൂഷൻ ചിന്തിച്ചു. പലപ്പോഴും ചിന്തകൾ കൈവിട്ട് പോകുന്നത് നമ്മൾ പ്രോബ്ലത്തെ മാത്രം ഫോക്കസ് ചെയ്യുമ്പോഴാണ്. സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്കുള്ള പ്രശ്നത്തിന്റെ പരിഹാരത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഒന്നിലധികം പരിഹാരങ്ങൾ നമ്മൾ എഴുതി, അതിനകത്ത് ഒരെണ്ണമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നല്ല തീരുമാനമായിരിക്കും. പിന്നെ അതേപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അതാണ് ഒരു മാർഗം. രണ്ടാമതൊരു മാർഗം നമ്മളുടെ മനസ്സിനെ നമ്മുടെ ചിന്തകളെ വഴിതിരിച്ചു വിടുക എന്നുള്ളതാണ്. ചാനലൈസ് ചെയ്യുക. നമ്മുടെ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്, പിടിച്ചു കെട്ടാൻ സാധിക്കത്തില്ല. നമ്മളൊരു കാര്യം ചിന്തിക്കേണ്ട എന്ന് തീരുമാനിച്ചാൽ നമ്മൾ അത് തന്നെ ചിന്തിക്കും. നീല കളറിലുള്ള ആനയെ കാണരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നീല കളറിലുള്ള ആന വരും. യഥാർത്ഥ ജീവിതത്തിൽ നമ്മളെല്ലാവരും കറുത്ത ആനയെ മാത്രമേ കണ്ടിട്ടുള്ളൂ, നീല കളറിലുള്ള ആനയെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ അടുത്ത് നീല കളറിലുള്ള ആനയെ മനസ്സിൽ ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നീല നിറത്തിലുള്ള ആന വരും. അതാണ് മനസ്സിന്റെ പ്രത്യേകത. അതുകൊണ്ട് ഒറ്റയടിക്ക് നമ്മൾ നമ്മുടെ ചിന്തകളെ വരുതിയിലാക്കാൻ നോക്കിയാൽ ചിലപ്പം സാധിക്കില്ല. അതുകൊണ്ടാണ് ചിന്തകളെ വഴിതിരിച്ചു വിടാൻ വേണ്ടി പറയുന്നത്. നിങ്ങൾക്ക് അത്തരം ചിന്തകൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു മേഖലകളിലേക്ക് ചിന്തകളെ വഴിതിരിച്ചു വിടുക. നിങ്ങൾക്ക് ഡാൻസ് ഇഷ്ടമാണെങ്കിൽ ഡാൻസ് ചെയ്യുക. ഇനി സംഗീതം ഇഷ്ടമാണെങ്കിൽ സംഗീതം കേൾക്കുക. പാചകം ഇഷ്ടമാണെങ്കിൽ പാചകത്തിൽ ഫോക്കസ് ചെയ്യുക. യാത്രകൾ ഇഷ്ടമാണെങ്കിൽ യാത്രകൾ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഇനി ജോലി ആയാലും മതി, നിങ്ങൾ ജോലിയിൽ കൂടുതൽ വ്യാപൃതനാകുക. പാരാഗ്ലൈഡിങ് നടത്തുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആ സമയത്ത് കഴിഞ്ഞുപോയ കാലത്തെ ഓർത്തോ ഭാവിയെ ഓർത്തോ ഒന്നും ഉത്കണ്ഠപ്പെടാനുള്ള സമയം കിട്ടില്ല. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് താഴെ എത്തണം എന്നുള്ള ആയിരിക്കും ചിന്ത, അല്ലേ? സുരക്ഷിതമായിട്ട് ലാൻഡ് ചെയ്യുന്നതിനെ പറ്റിയായിരിക്കും അപ്പോഴത്തെ ചിന്ത. അപ്പൊ നമ്മളുടെ ചിന്തകളെ നമ്മൾ വഴിതിരിച്ചു വിട്ടു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കിതിനെ നേരിടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിനൊരു കാരണം കൂടിയുണ്ട്. നമ്മളെല്ലാവരും കുട്ടികളായിരുന്ന സമയത്ത് നമുക്ക് ആർക്കും ഇത്തരം ഓവർ തിങ്കിങ് ഇല്ലായിരുന്നു. ഏതെങ്കിലും കുട്ടികൾക്ക് അങ്ങനെയുള്ള ശീലം നമ്മൾ കണ്ടിട്ടുണ്ടോ? സാധാരണ കുട്ടികൾ തമ്മിലുള്ള വഴക്ക് ചിലപ്പോൾ മുതിർന്നവരുടെ വഴക്കായിട്ട് മാറും. ഒരു കുട്ടി അവന്റെ സഹപാഠിയെ അടിക്കുന്നു, അവൻ വീട്ടിൽ വന്ന് പരാതി പറയുന്നു, അടികൊണ്ട് കുട്ടിയുടെ രക്ഷകർത്താക്കൾ അത് ചോദിക്കാൻ വേണ്ടി വരുന്നു. രണ്ട് രക്ഷകർത്താക്കളും സ്വന്തം കുട്ടികളെ ന്യായീകരിക്കുന്നു. അത് കയ്യാങ്കളിയിലേക്ക് എത്തുന്നു, ഇല്ലേ? വേണേ കൊലപാതകമോ പോലീസ് വരുന്ന രീതിയിലേക്ക് അത് വളരുന്ന അവസ്ഥയിലേക്കോ ഒക്കെ ആ ഒരു പ്രശ്നം വളരാം. അങ്ങനെ രണ്ട് വീട്ടുകാരെ വേണമെങ്കിൽ അതിന്റെ പിന്നെ സമുദായവും മതവും ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ രൂക്ഷമായി ഒരു സാമൂഹിക കലാപം ഉണ്ടാവാൻ അത് മതി. അങ്ങനെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന സമയത്ത് ഈ വഴക്കിന് കാരണമായ ആ കുട്ടികൾ കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് കളിക്കുന്നതായിരിക്കും കാണുന്നത്. ആ കുട്ടിയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഇവിടെ തെറ്റായിട്ടുള്ള സംഭാഷണവും അതിനെ തുടർന്ന് സംഘർഷവും ഒക്കെ ഉടലെടുത്തത്. അതാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ്. അവർ പിണങ്ങും, അവർ വാശി പിടിക്കും, അവർ കരയും, അവർ ദേഷ്യപ്പെടും. പക്ഷെ അവരൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല, അവരൊന്നും ചിന്തിച്ചു കൂട്ടിക്കൊണ്ടിരിക്കില്ല. തൽക്കാലത്തേക്കുള്ള ദേഷ്യമൊക്കെ അല്പസമയം കഴിയുമ്പോൾ അവർ തന്നെ വിട്ടുകളയും. ഓവർ തിങ്കിങ് എന്ന് പറയുന്നൊരു കാര്യമേ കുഞ്ഞുങ്ങൾക്കില്ല. നമ്മളെല്ലാം ഇന്ന് എനിക്ക് അങ്ങനെ ഒരു ശീലമുണ്ട് എന്ന് പറയുന്ന എല്ലാവരും ഓർക്കണം, നിങ്ങൾ കുഞ്ഞായിട്ടിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ശീലം ഇല്ലായിരുന്നു. നമുക്ക് തെറ്റായിട്ട് വന്ന ബാഡായിട്ടുള്ള ഒരു ഹാബിറ്റാണിത്. അപ്പൊ ഇതിനെ മാറ്റാനും സാധിക്കും. നമ്മൾ കൊണ്ടുവന്നൊരു ശീലമായതുകൊണ്ട് തന്നെ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പറ്റും, നമുക്കത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ വഴിതിരിച്ചു വിടുന്നതാണ് ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു മാർഗം. മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ മൂന്നാമത് നോക്കാം. ഇത് രണ്ടും ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ നോക്കാം. നാലാമത് നല്ല സൗഹൃദങ്ങൾ നിങ്ങളെ ഇതിന് സഹായിക്കും. സൗഹൃദം ആണ് മനസ്സിനുള്ള ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് നല്ല കൂട്ടുകെട്ടുകളാണ്. അപ്പം നിങ്ങളെ പോസിറ്റീവായ ചിന്താഗതിയിലേക്ക് നയിക്കാൻ പറ്റുന്ന കൂട്ടുകാരുടെ സഹായം തേടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു മാർഗം. ഇനി ഇതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാത്തവരുണ്ട്. ഇത്രയൊക്കെ ശ്രമിച്ചാലും പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നം ഉള്ളവരുണ്ട്. അതായത് 90% ആൾക്കാർക്കും ഇത്രയും മാർഗങ്ങളിലൂടെ അവരുടെ മനസ്സിന്റെ അനാവശ്യ ചിന്തകളെ നിയന്ത്രിക്കാൻ സാധിക്കും. ഒരു 10% ആ പ്രശ്നമുള്ള ആൾക്കാരിൽ ഒരു 10% അത് കഴിയില്ല. അവര് തീർച്ചയായിട്ടും വൈദ്യസഹായം തേടേണ്ടതാണ്. സൈക്കോളജിസ്റ്റുകളുടെയൊക്കെ സഹായത്തോടു കൂടി അവർക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.